ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ ചാനൽ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇൻവെസ്റ്റിങ്ങിനെ പറ്റി തന്നെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്റ്റുഡൻസ് ആണോ, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണോ, അതോ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണോ? നിങ്ങൾക്ക് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. സോ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അണ്ടർസ്റ്റാൻഡ് വൈ യു ഷുഡ് ഇൻവെസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പണം ബാങ്കിൽ സേവ് ചെയ്ത് വെച്ചാലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പണം നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി തരത്തില്ല എന്നതാണ് സത്യം. പക്ഷേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് വഴി നിങ്ങളുടെ പണം വളരുകയും ഇൻഫ്ലേഷനെ മറികടക്കുകയും ചെയ്യുന്നു. അതായത് പണം നിക്ഷേപിക്കുന്നത് വഴി ആ സമയത്തോടൊപ്പം നിങ്ങളുടെ പണം വളരുകയും അതേപോലെ തന്നെ ഇൻഫ്ലേഷനെ മറികടക്കാനും കഴിയും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് തന്നെ. അവർ കൂടുതലും വെൽത്തി ആവുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അവരുടെ പണത്തെ അവർ വളർത്താൻ അനുവദിക്കുന്നു എന്നതുകൊണ്ടാണ്. സ്റ്റെപ്പ് 2, സെറ്റ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്. എന്തിനാണ് നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു എയിം, ഒരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, കാർ വാങ്ങണം, നല്ലൊരു വീട് വെക്കണം, അതേപോലെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിന് വേണ്ടി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി എന്നിങ്ങനെയുള്ള വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് 3, ലേൺ അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല പല സെക്ടേഴ്സുകളിലും പല പല അസറ്റ് ക്ലാസ്സുകളിലും നമുക്ക് ഇൻവെസ്റ്റിംഗ് ചെയ്യാം. ഓർക്കുക, ഇങ്ങനെയുള്ളതിന് എല്ലാത്തിനകത്തും കയറി ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവ ഓരോന്നും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഓരോ സ്റ്റോക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഗോൾഡിലായിക്കോട്ടെ, മറ്റെന്തിലും ആയിക്കോട്ടെ, അതിൻ്റെ ഓരോന്നിനും ഓരോ എന്താ പറയുക അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഓരോന്നിൻ്റെയും റിസ്ക്കും റിട്ടേൺസും ഒക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 4, സ്റ്റാർട്ട് വിത്ത് സ്മാൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നിങ്ങൾ കൂടുതൽ പൈസ കിട്ടിയിട്ടേ ഇനി ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷേ അങ്ങനെ വിചാരിച്ചിരിക്കാതെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. തുടങ്ങുന്നതിലാണ് കാര്യമുള്ളത്. മാസത്തിൽ ഒരു 500 1000 ഒക്കെ പോട്ട്, 100 രൂപ തന്നെ ആയാലും മതി. നിങ്ങൾ ജസ്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ ധാരാളമാണ്. അത് പതുക്കെ പതുക്കെ മേ ബി ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ മാസം നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി വരിക. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിക്ഷേപമാണ്, അല്ലാതെ പണത്തിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ എത്ര നാൾ ഈ പൈസ ഇതിൽ നിക്ഷേപിച്ച് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുവോ അതിലായി ഇരിക്കുന്നത് കാര്യം. അല്ലാതെ ഒരുപാട് പൈസ ഇടുന്നതിലല്ല, നിങ്ങൾ എത്ര നാൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ. ജസ്റ്റ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വേണ്ടുള്ളത്. നമ്മൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുക, ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മെയിനായിട്ട് വേണ്ടുള്ളത്. സ്റ്റെപ്പ് 5, കീപ് ലേണിംഗ്, സ്റ്റേ അപ്ഡേറ്റ്. ഷെയർ മാർക്കറ്റ്, അതായത് ഓഹരി വിപണി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗണിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്യാനും മറക്കരുത്. അറിവ് തന്നെയാണ് ഏറ്റവും മികച്ച നിക്ഷേപം. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങാവുന്നതാണ്. ഓർക്കുക, സ്റ്റാർട്ട് സ്മാൾ, സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് കീപ് ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്പുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.